സാമൂഹ്യ വിഭാഗങ്ങളുടെ സോഷ്യൽ ജസ്റ്റിസ് കോൺഫറൻസിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ പ്രമുഖ ദലിത് സാമൂഹിക പ്രവർത്തകനും പ്രചാരകനും പ്രസാധകനും കേരളത്തിലെ ആദ്യത്തെ അംബേദ്കറിസ്റ്റുമായ വി പ്രഭാകരൻ, കേരള വേടഗോത്ര മഹാസഭ പ്രതിനിധി SK അനീസിയ തുടങ്ങിയവർ സംസാരിക്കുന്നു. യഥാർത്ഥ ഗുണഭോക്താവായ ഞാൻ എന്റെ ഗോത്രം വേടൻ എന്ന് പറയുന്ന ഗോത്രം ഉപസംവരണത്തിന്റെ യഥാർത്ഥ ഗുണഭോക്താവാണ്. കേരളത്തിൽ ഏകദേശം 50 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ഗോത്രത്തിന്റെ നിരവധി രാഷ്ട്രീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഗോത്രമാണ് എന്റെ ഗോത്രം, വേടൻ ഗോത്രം. അപ്പോ ഈ ഗോത്രത്തിന്റെ ഞങ്ങളാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ആദിവാസി സമൂഹത്തിൽ ഉൾപ്പെട്ടവരാണ്. ഞങ്ങളെ പട്ടികവർഗ പദവി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അരനൂറ്റാണ്ടിലേറെയായിട്ട് അതിന്റെ സമര പരിപാടികളും മെമ്മോറിയലിന്റെ സമർപ്പണങ്ങളും അങ്ങനെയായിട്ട് പല രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴും മരിച്ചടക്കാൻ ഭൂമിയില്ലാതെ അടുക്കളയില് പാറ തരുന്നു, മറ്റൊരാളുടെ കയ്യാലെ തരുന്നു, ശവം മറവ് ചെയ്യുന്ന ഇത്തരം ശവം മറവ് ചെയ്യുന്നതിന്റെ ആഘോഷമാക്കിയ കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളുണ്ട്. ഇതൊക്കെ വെച്ചിട്ടും കൂടിയാണ് അവർ സമരമുഖങ്ങൾ തുറന്നത്. എന്നിട്ടും ഈ ഉപസംവരണ സംവിധാനം വന്നിട്ട് ഏറ്റവും കൂടുതൽ എതിർവാദം ഉന്നയിക്കുന്നതിനൊക്കെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഞങ്ങളെ പട്ടികവർഗ പദവിയിലേക്ക് ഞങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനതയുടെ ഇടയിൽ വളരെ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ സമരവും മെമ്മോറിയലിന്റെ സമർപ്പണവും പലരുടെ സമ്മേളനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ആഗസ്റ്റ് 1-ാം തീയതിയിലുള്ള ഈ സുപ്രീം കോടതി വിധി വരുന്നത്. കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗം എന്ന് പറഞ്ഞിട്ട് കള്ളാടി, നായാടി, ആര്യതിയാർ, വേടൻ എന്നീ വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ ഈ പാക്കേജ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോ ഗവൺമെന്റിന്റെ ഉദ്യോഗ മേഖലയിലോ മറ്റിതര അധികാര മേഖലയിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം അതിലൂടെ ലഭിക്കുന്നില്ല. പട്ടികജാതി വിഭാഗത്തിന് 100-ൽ 90, 95 അല്ലെങ്കിൽ 80, 85 മാർക്ക് ലഭിക്കുന്ന ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു. പട്ടികവർഗ വിഭാഗത്തിന് 100-ൽ 45, 50 മാർക്ക് ലഭിക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു. അതേസമയം ദുർബല വിഭാഗത്തിൽ പെടുന്ന ഒരു കുട്ടിക്ക് 75 മാർക്കോ 70 മാർക്കോ ഉണ്ടെങ്കിൽ ഈ കുട്ടി പുറന്തള്ളപ്പെടുന്നു. ഒരു കാലം ഓൾറെഡി ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എന്നുള്ള ഒരു ഉയർച്ച ഞങ്ങൾക്ക് ഉറപ്പാക്കാൻ പറ്റുന്നില്ല. ഒരു കാലം പറയുന്നത് ഉപജാതി വിഭാഗങ്ങളെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഉപജാതി വിഭാഗങ്ങളുണ്ട്. ആ ഉപജാതി വിഭാഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ പ്രാതിനിധ്യം ഉറപ്പിക്കണമെന്ന് പറയുന്ന വലിയൊരു പ്രോസസ് ഇന്ത്യയിൽ നടക്കേണ്ടതുണ്ട്. പക്ഷെ ആ പ്രോസസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഉപസംവരണ വിധി വന്നിരിക്കുന്നത്. ആ വിധിയെ നഗസികാന്തം എതിർത്തുകൊണ്ടാണ് ഇവിടെയുള്ള ദളിത് ആദിവാസിവാദികൾ പ്രബലരായ നേതാക്കന്മാര് ശക്തമായ എതിർവാദം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവരെപ്പോഴും പറയുന്നത് ഈ വിധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗത്തിന്റെ ഭയങ്കരമായ വലിയ എല്ലാവരും പല ശൈലിയിലോട്ടൊക്കെ മാറും, പരസ്പരം ചർച്ചയൊക്കെ ഉണ്ടാവും, ഏകനാഥന സ്വഭാവത്തോടല്ലാത്ത ഒരു സംവിധാനമാണ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ അതിന്റെ എല്ലാ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. പിന്നെ പ്രധാനമായിട്ടും വേറൊരു വിഷയം എനിക്ക് പറയാനുള്ളത്, കേരളം വേടനെയും കള്ളാടിയും നായാടിയും കുറിച്ച് കേരളത്തിലെ പട്ടികജാതി വിഭാഗങ്ങൾ സംസാരിക്കുന്നു. ഇതിനു മുമ്പ് മൊത്തത്തില് 93 ജാതികളെന്ന് പറയുന്ന പട്ടികജാതിക്കാരെയും 34 പട്ടികവർഗക്കാരെ എന്നുള്ള ഒരു കാറ്റഗറിക്കകത്ത് നിർത്തിയാണ് ഞങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കേരളത്തില് എതിർവാദം ഉന്നയിക്കുന്നവരും അനുകൂലിക്കുന്നവരും വേടന്മാരെ കുറിച്ച് സംസാരിക്കുന്നു, കള്ളാടികളെ കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കോളനികളിലെ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾ ശരിക്കും സന്ദർശിക്കണം. നിങ്ങളുടെ ലോകം നിങ്ങളെ തന്നെ പൊതുസമൂഹത്തോട് ഞാൻ പറയാം, ഞങ്ങളുടെ പ്രദേശങ്ങൾ സന്ദർശിക്കണം. ഞങ്ങളുടെ ജീവിത ശൈലി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ പോലും എത്തപ്പെടാൻ പറ്റാത്ത സാമൂഹിക സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. വളരെ ടൈറ്റായിട്ടാണ് PSC പരീക്ഷകളൊക്കെ ഇവിടെ നടക്കുന്നത്. പക്ഷെ ആ PSC പരീക്ഷയുടെ കോച്ചിങ് സെന്ററുകളിലേക്ക് ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആൾക്കാർക്ക് അങ്ങനെ പോയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയല്ല നമ്മൾ കടന്നു പോകുന്നത്. ഒന്നിനും ഫ്രീ കോച്ചിങ് സെന്ററുകൾ നമ്മുടെ നാട്ടിലെ സിറ്റി ഏരിയയിൽ മാത്രമേ നടത്തുള്ളൂ. ഞാൻ താമസിക്കുന്ന ശരിക്കും പറയുന്ന ടൗൺഷിപ്പിലാണ്. ആ ടൗൺഷിപ്പിൽ പോലും ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു
ഫ്രീ കോച്ചിങ് സെന്റർ പോലും ഇല്ല. അപ്പൊ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾ സ്വന്തം പൈസ ചെലവാക്കി ഞാൻ ഈ ഇടയ്ക്ക് ഒരു മോളോട് ഞാൻ സംസാരിച്ച് കളിക്കാറുള്ള എന്റെ ഒരു ബന്ധുവിന്റെ മോളിനെ ചോദിച്ച് മോളെ പിന്നെ PSC കോച്ചിങ് സെന്റർ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് അവിടുന്ന് കോട്ടാക്കട വരെ എല്ലാ ദിവസവും PSC കോച്ചിങ്ങിന് പോകണമെങ്കിൽ ദിവസം 50 രൂപ വണ്ടിക്കൂലിയാണ്. ഈ കുട്ടി എങ്ങനെയാണ് ഇത് PSCയുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത്? അതിനുള്ള സാഹചര്യത്തിലൂടെയല്ല അവരുടെ കുടുംബത്തിലുള്ള സാമ്പത്തിക സ്രോതസ് കടന്നു പോകുന്നത്. പിന്നെ ഇത് കൂടാതെയാണ് അവിടെ ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ ഹോസ്റ്റ് ഫീ അടക്കാൻ ആരെങ്കിലും കൊടുക്കുമെന്ന്. എന്നാലും ദിവസം 50 രൂപ വണ്ടിക്കൂലി ഇല്ലാത്തതിന്റെ കാരണത്താൽ ആ കുട്ടിക്ക് PSC കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നിരവധി പ്രദേശത്ത് ഡിഗ്രിക്കാരും PGക്കാരും എഞ്ചിനീയറും PhDക്കാരും ഒക്കെ നമ്മുടെ വേറെ കമ്മ്യൂണിറ്റിയിലടക്കം മറ്റിതര ദുർബല വിഭാഗ കമ്മ്യൂണിറ്റിയിൽ ധാരാളം ഉണ്ട്. പക്ഷേ ഇവരൊന്നും പരീക്ഷ ഹാളിലേക്ക് എത്തപ്പെടാൻ പറ്റാത്ത ജീവിത സാഹചര്യമാണ്. ഇപ്പോഴാണ് നമ്മൾ ഇവരുടെ ഈ ഉപസംഹരണ വിധിയോടെ വരുന്ന ഈ ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത ഈ ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ ഒരു വിധി പ്രഖ്യാപിച്ചപ്പോഴത്തേന് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ. കാരണം 1% നടപ്പിലാക്കിയാൽ പോലും ഞങ്ങളുടെ ഇടയിൽ നിന്നും ധാരാളം പേർക്ക് ഈ ജോലി സാധ്യത അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ പഠനമായിട്ട് ഒക്കെ ഞങ്ങൾക്ക് സാധ്യമാകും. പക്ഷെ ഇതിന് ശക്തമായ കേരളത്തിലെ അതിബുദ്ധിജീവിയ ദളിത് മേഖലയിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം ഒരു കത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെന്റിൽ ഇങ്ങനെ തീരുമാനമുണ്ട്. പക്ഷെ ആ കത്തിൽ നമ്മൾ സൂക്ഷ്മമായ നടത്തി കഴിഞ്ഞാൽ ഇത് നടപ്പാക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പറയുകയാണ്. ഇപ്പൊ ഇവിടെ ഇതിന്റെ നിയമവശങ്ങളെ കുറിച്ചും അതിന്റെ വ്യക്തതയെ കുറിച്ചുള്ള ധാരാളം പേര് സംസാരിച്ചെങ്കിലും ഒരു ഈ ഉപസംഹരണ വിധിയെ അനുഭവിക്കേണ്ട ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ്, ആ ഗോത്ര വിഭാഗങ്ങളുടെ, ആ ജാതി വിഭാഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് ഈ വേദിയിലും ഈ സദസ്സിലും ഉണ്ടായത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്റെ ആൾക്കാര് ഞാനുമായിട്ട് കൊല്ലം തിരുവനന്തപുരം മേഖലയിലുള്ള ഞങ്ങളുടെ ആൾക്കാരാണ് ഇന്നലെ ഇവിടെ യാത്ര ചെയ്തിവിടെ വന്നത്. കാരണം വേടന്മാർക്ക് ദിവസത്തിന്റെ ആത്മാവും പരമാത്മാവുമായ PS മുരളിന്റെ ആദരണീയനായ സഹോദരൻ ഗോപിനാഥ് ദിവാകരൻ, വേദിയിലുള്ള മറ്റ് പ്രമുഖ നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു കാലികമായ ചർച്ചയാണ്. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്നെല്ലാം നമുക്കറിയാം. ജാതി, ദലിത്, ആദിവാസി വിഭാഗങ്ങളെ ശിഥിലീകരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഉപസംഭരണം എന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഈ ഉപസംഭരണം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഉപജാതി എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ശുദ്ധ അസംബന്ധമാണ്. ജാതികളിൽ ഉപജാതിയില്ല. അതിന് ചില ഒരു ജാതി കൂടുതലും ചില വിഭാഗങ്ങൾ ഉണ്ടാവും. പക്ഷെ ജാതി എന്നുള്ള ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ജാതി ജനസമൂഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ST എന്ന് പറഞ്ഞ ഒരു ജാതിയല്ല, ഷെഡ്യൂൾഡ് പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട ജനവിഭാഗങ്ങളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതിന് നിരവധി സമുദായം, കേരളത്തിൽ 53 സമുദായങ്ങളുണ്ട്. ഈ 53 സമുദായങ്ങൾക്കും അവരുടെ ജനസംഖ്യക്ക് അനുപാതികമായി എല്ലാതരം അധികാരങ്ങളിലും പങ്കു കിട്ടുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു ജനാധിപത്യപരമായ അവകാശമാണ്. ഈ പ്രശ്നം ഉന്നയിക്കുമ്പോ ഇത് ദലിത്, ആദിവാസി സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ അവരാരായാലും അവരെ ശ്രദ്ധിക്കണം, അവർ അപകടകാരികളാണ്. അവര് ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറുടെ ചിന്തകൾക്ക്, ആശയങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് അവരെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ജനാധിപത്യം എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാ ജനസമുദായങ്ങൾക്കും ആനുപാതികമായ പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനമാണ് ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ സീറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ജനസമുദായങ്ങൾക്കും അവർ എത്ര ചെറിയതാണെങ്കിൽ പോലും 57 ജനസമുദായങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട
ലിസ്റ്റിലുണ്ട്. 53 പേര്. അത്യാവശ്യം പ്രബല സമുദായമാണ്. 33-37% വരുന്ന ഒരേ സമുദായം. അത് കഴിച്ചാൽ ബാക്കി മൊത്തത്തില് 53 ജനസമുദായങ്ങളുണ്ട്. ഈ 53 ജനസമുദായങ്ങൾക്കും എല്ലാ തലത്തിലും, സർക്കാർ തലത്തിലായാലും, സർക്കാരിന്റെ ഉദ്യോഗ തലത്തിലായാലും, നിയമസഭയിലായാലും, മറ്റ് മാധ്യമങ്ങളിലായാലും എല്ലാ അധികാര മേഖലകളിലും വിഭവങ്ങളിലും ആനുപാതികമായി പങ്ക് കിട്ടുക എന്നുള്ളത് ജനാധിപത്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനുവേണ്ടി ശബ്ദിക്കുക എന്നുള്ളത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയാണ്. അത് ഈ വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന എല്ലാ വിഭാഗങ്ങളും ഈ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള ഉത്തരവാദിത്വം. അത് ചെയ്യാത്തവർ തങ്ങൾക്ക് ഔദ്യോഗികമായി ലാഭനഷ്ടം നോക്കി മൗനം പാലിക്കുന്നവരെ നമ്മൾ ഒരിക്കലും കാര്യമായി പരിഹരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജനാധിപത്യം എന്നുള്ളത്, ഇന്ത്യൻ സമൂഹത്തിലെ ജനാധിപത്യം എന്നുള്ളത് എല്ലാ സമുദായങ്ങളുടെയും ജനസംഖ്യാനുപാതികമായ സംവേദനമാണ്. സംവരണം എന്നുള്ള പദം തന്നെ വാസ്തവത്തിൽ അശ്ലീലപരമായി മാറിയിരിക്കുകയാണ്. സംവരണം എന്നുള്ള പദമല്ല, പ്രാതിനിധ്യം എന്ന പദമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രാതിനിധ്യം, അതാണ് അതിന് ശരിയായ പദം. സംവരണം എന്ന് പറയുന്നത് സംവരണ ഒരു ആനുകൂല്യമാണെന്നുള്ള ഒരു വഴുക്കൻ പ്രയോഗങ്ങൾ നടത്തുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള മണ്ഡലങ്ങൾ കേരളം ധാരാളമുണ്ട്. സംവരണം ആനുകൂല്യമാണ്. സംവരണം എന്നുള്ളത് പ്രായോഗികമാണ്. അത് ആരും ആദ്യം കൊടുക്കുന്ന ആനുകൂല്യമുണ്ട്. എല്ലാ ജനവിഭാഗങ്ങൾക്കും ജന്മസിദ്ധമായി ഭരണഘടനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അവകാശമാണ്. അത് ആർക്കും ഔദ്യോഗികമാകുന്ന കാര്യമല്ല. അപ്പൊ ആ രീതിയിൽ അതിന് കാണുകയും ആ രീതിയിൽ അത് വിഷയം അവതരിപ്പിക്കുന്ന ആളുകൾ അവർ എത്ര വിദ്യാഭ്യാസത്തിലായാലും നിരക്ഷരായിട്ട് നമ്മൾ കാണേണ്ടി വരും. ഇവിടെ പ്രശ്നം ഈ ആദിവാസിക പ്രാതിനിധ്യം എന്നുള്ളത് അത് ഏത് ഒബിസിയുടെ അതർ ബാക്ക്വേർഡ് കാസ്റ്റ് നിരവധി ജനവിഭാഗങ്ങളുണ്ട്. എല്ലാവർക്കും ഓരോ കാറ്റഗറിക്ക് പ്രത്യേക പ്രൊഫസേഴ്സുണ്ട്. കേരളം ഇന്ത്യ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതൊന്നും പിന്നെ വിവരം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഒബിസിയുടെ അപ്പൊ സമുദായത്തിന്റെ കൃത്യമായ കണക്ക് ഇവിടെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ഒബിസിയിലായാലും എസ് സിയിലായാലും നിരവധി സമുദായങ്ങളുണ്ട്. ആ എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായി പങ്കിട്ടിട്ടുണ്ട്. ചില സമുദായങ്ങള് വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം പിന്നിലാണ്. അപ്പൊ അവർക്ക് അതുകൊണ്ട് വിദ്യാഭ്യാസപരമായി പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് സംവരണം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാതിനിധ്യം നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അത്തരം സമുദായങ്ങൾക്ക് സർക്കാർ തലത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് മറ്റുള്ളവരോടൊപ്പം ഉണ്ടായി കൊടുക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനാവശ്യമാണ് ഇതിനെതിരായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്തായാലും ഇങ്ങനെയുള്ള ഉപസംഭരണം എന്നുള്ള പറയുമ്പോൾ ശരിക്കും ആളുകൾ ഇല്ലാതെ വരും. അപ്പൊ അത് ജനറൽ കാറ്റഗറിയിലേക്ക് പോകുന്നതാണ്. അതിന്റെ അപകടം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിന് മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശരിയായ ഒരു നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരമൊരു നിയമം, അതിനൊരു കാര്യരൂപം നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. പക്ഷെ അത് ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങളുടെ വ്യാപിക്കുന്നുണ്ട്. അത്തരമൊരു കരട് നിയമം 53 സമുദായങ്ങളിൽ 10 സമുദായങ്ങൾക്ക് വേണ്ടത്ര ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രാവശ്യം നേടിയെടുക്കാൻ സാധിക്കാതെ വന്നാൽ അവർ അങ്ങനെ വരുന്ന ഒഴിവുകളിൽ ജനറൽ കാറ്റഗറിയിൽ പോകുന്ന അപകടം ഒഴിവാക്കി മറ്റ് സമുദായങ്ങൾക്ക് തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, അതായത് ആ കാറ്റഗറിക്ക് നഷ്ടപ്പെടരുത്. ആ തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നുണ്ട്. അത്തരം ഒരു നിയമം കരട് നമ്മളെ ഉണ്ടാക്കണം. അത് നമ്മളെ അടിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കരട് രൂപത്തിൽ നിയമനിർമ്മാണം രൂപം കൊടുക്കുകയും അത് വ്യാപകമായി പോപ്പുലറൈസ് ചെയ്യുകയും ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും സജീവമായി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അല്ലാതെ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. നിയമപരമായി തന്നെ രീതിയുണ്ട്. നിയമത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്നത്. ലീഗലായിട്ട് നമുക്ക് ജയിച്ചുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഈ ഒരു പ്രാതിനിധ്യത്തിലുള്ള ഈ പ്രശ്നം സംവരണമുള്ള വാക്കിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാതിനിധ്യമാണ്. പ്രാതിനിധ്യം ആ ജനസംഖ്യാനുപാതികമായി എല്ലാ സമുദായങ്ങൾക്കും നേടിയെടുക്കാനുള്ള ഈ അടിസ്ഥാന ആവശ്യം, ഇത് നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടത്തിന് നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ തയ്യാറാവേണ്ടി വരും.
എല്ലാ സമാന മനസ്കരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെയും ഇതിലേക്ക് കൊണ്ടുവരാനും അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ മലയാളത്തിൽ തയ്യാറാവേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇംഗ്ലീഷിൽ ഈ വിഷയത്തിൽ ചെറിയൊരു ഗ്രന്ഥരചന നടത്താൻ എം ഗോപിനാഥ് സാർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അത് ചെയ്യാൻ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും ഒരു ഒന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ മലയാളത്തിൽ അത് ചെയ്യാൻ അത്തരം ഒരു മെറ്റീരിയൽ തയ്യാറാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും CS നിർവഹിക്കാൻ ഏറ്റെടുക്കാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മെറ്റീരിയൽ പിന്നെ തീർച്ചയായിട്ടും ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലും അത്യാവശ്യമാണ്. യൂട്യൂബ് ചാനൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് വാർഡ് പോയി പറഞ്ഞ ആളുണ്ടാകുമായിട്ടുള്ള എനിക്ക് യാതൊരു സംശയമില്ല. യൂട്യൂബ് ചാനലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന സമയത്ത് പത്രം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ യൂട്യൂബ് കാണുന്നവരാണ്. അപ്പൊ അത് ആ നിലക്കുള്ള പരിപാടികൾ ഈ ആശയം എത്തിക്കാനുള്ള ശ്രമം നടക്കേണ്ടതുണ്ട്. ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം എന്നുള്ള ഈ അടിസ്ഥാന ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് നമ്മൾ ശക്തമായി മുന്നേറുന്നത് ഒരു ഗീതാനന്ദൻ നമുക്ക് കൊടുക്കുന്ന നേതാവാണ്. ഇത് വളരെ സുഹൃത്താണ്. അദ്ദേഹം ഈ വിഷയത്തിൽ പിന്നെ CS മുരളീന്റെ ആർഗ്യുമെന്റിനെ ഖണ്ഡിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം കരുതുന്ന രീതിയിൽ സാധനം എത്തിയില്ല. അത് വായിച്ചത് വളരെ സങ്കടം. ഈ അംബേദ്കറെ കുറിച്ചിട്ടോ അംബേദ്കറിന്റെ ആശയങ്ങളെ കുറിച്ചിട്ടോ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചോ അടിസ്ഥാനപരമായ യാതൊരു ധാരണയില്ലാത്ത ഒരു തലമുറ നേതാക്കൾക്ക് പോലും ഇങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണ ഒരു കാര്യത്ത് പറയാനാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ യുക്തിഭദ്രമായിട്ട് നമുക്ക് നേരിടേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പിന്നെ ആയുധങ്ങൾ, സമരായുധങ്ങൾ, നമ്മള് ആശയപരമായ ആയുധങ്ങൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ഇതിനുള്ള ശ്രമം നമുക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രവർത്തനം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തിരിക്കുന്നു.